ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ചെറിയൊരു ക്രോപ്പ് ടോപ്പ് വന്നിട്ട് ഒരെണ്ണം അല്ല, എനിക്ക് ഏകദേശം ഒരു 14 ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അംഗനവാടിയിലത്തെ കുട്ടികൾക്കാണ് തിരുവാതിരക്ക് വേണ്ടിയിട്ടുള്ളത്. കണ്ണൂരിൽ നിന്നുള്ള കസ്റ്റമറാണ്, എൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് എടുക്കുന്ന കസ്റ്റമറാണ്. അവരുടെ മോളുടെ അംഗനവാടിയിലെ പരിപാടിക്ക് വേണ്ടിയിട്ട് അങ്ങനെയാണ് കേട്ടോ എനിക്ക് ഈ ഒരു ഓർഡർ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിലൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതായത് മെറ്റീരിയലൊക്കെ ഇത് കുറേ ഉണ്ട് കേട്ടോ, അത് താഴത്തും അങ്ങോട്ടേക്കെല്ലാം ഉണ്ട്. ഇതൊക്കെ കട്ട് ചെയ്യാനില്ല പകരം ഞാൻ ഇപ്പോൾ കറക്റ്റാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ ഒരു 6 വയസ്സുള്ള കുട്ടിക്ക്, 6 വയസ്സ് 7 വയസ്സുള്ള കുട്ടിക്കൊക്കെ ആണെങ്കിൽ 1/2 മീറ്റർ ലൈനിങ്ങും അതുപോലെ 1/2 മീറ്റർ നമ്മുടെ മെയിൻ ക്ലോത്തും കൂടി വാങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം എനിക്കെല്ലാം ഉള്ളത് 4-5 വയസ്സ് ആ ഒരു മെഷർമെൻ്റാണ്. ആ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ അവർ തന്നെ നമുക്ക് എടുത്തിട്ട് അയച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ കട്ടിങ് ഞാനിപ്പോൾ കാണിക്കാം. ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലത്തെ സ്ലീവും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഏകദേശം ഒരു 4 ചെയ്ത് കഴിഞ്ഞു, ഇനിയും ഉണ്ട് കേട്ടോ 10 അടുത്ത്. അപ്പോൾ നമുക്ക് നേരെ കട്ടിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ഫാബ്രിക് വരുന്നത് കേട്ടോ. ഇതാ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഏകദേശം 13.5 നമുക്കിതിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേറെ ആണ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം. അപ്പോൾ ഷോൾഡറും കാര്യങ്ങളൊക്കെ ഏകദേശം 4.5 ഇഞ്ച് തന്നെയാണ് കേട്ടോ വരുന്നത്. ഏകദേശം എല്ലാ കുട്ടികൾക്കും അത്ര തന്നെയാണ് വരുന്നത്. അപ്പം നമുക്ക് ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്യാം കേട്ടോ. ഷോൾഡർ വരുന്നത് 4.5 ഇഞ്ചാണ് കേട്ടോ. 4.5 ഇഞ്ച് ഇതിവിടെ മാർക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ച് താഴത്തേക്കും കൂടി ജസ്റ്റ് ഇതുപോലെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതാ കറക്റ്റ് പോയിന്റിൽ വെച്ചിട്ട് 4.5 ഇവിടെ വരുന്നത് നോക്കാം. 4.5 ഇവിടെ നമ്മുടെ ആം ഹോളിൻ്റെ ഇത് 4.5 ആണ് കേട്ടോ വരുന്നത്. ഇനി നമുക്ക് ചെസ്റ്റ് നോക്കാം കേട്ടോ. ചെസ്റ്റ് 21 തന്നിട്ടുള്ളത്. അപ്പോൾ 5.5 എടുക്കാം കേട്ടോ. നമുക്ക് 5.5 എടുത്താൽ നമുക്ക് ഏകദേശം 22 കിട്ടും. അതായത് 5.5 ഒരു വശത്തേക്ക് വരുമ്പോൾ 11, ബാക്ക് വശത്തേക്ക് വരുമ്പോൾ 11 22. ഇത് കുറച്ച് ലൂസിൽ ഇരുന്നോട്ടെ, ഒരുപാടല്ല, എന്നാലും അവരടുത്ത് അയച്ചതല്ലേ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ഇതിൽ കൊടുക്കാമെന്ന്. അപ്പോൾ കറക്റ്റ് അളവെല്ലാം എടുക്കുന്നത് ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ചൊക്കെ കൂട്ടിയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 5.5 മാർക്ക് ചെയ്തു. പിന്നെ അവിടുന്ന് തയ്യൽ തുമ്പ് കൊടുക്കുന്നത് 1.5 ഇഞ്ചാണ് കേട്ടോ. വേസ്റ്റ് അളവ് വരുന്നത് 20 ആണ്. 20 പറയുമ്പോൾ 5 വരുന്നത്. അപ്പോൾ ഞാൻ ഒരു 5.25 എടുക്കുന്നുണ്ട് കേട്ടോ. 5.25 മാർക്ക് ചെയ്യാം. പിന്നെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പിനും കൂടി കൂട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്കത് ഇവിടത്തേക്ക് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലൊരു ലൈൻ കൊടുത്തും അതിന് ശേഷം നമുക്കിത് ആം ഹോളൊന്ന് കുഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നെക്ക് വരുന്നത് സ്ക്വയർ നെക്കാണ് കേട്ടോ. അപ്പം ഞാൻ അധികം 2 ഇഞ്ച് കഴുത്തിൻ്റെ അകലം എടുക്കുന്നില്ല, കാരണം ചിലപ്പോൾ അതിങ്ങനെ നീങ്ങി പോവും സ്ക്വയർ നെക്ക് ആയതുകൊണ്ട്. ഞാൻ വിചാരിച്ചൊരു 1.25 എടുക്കുന്നത്. അപ്പോൾ ഒരു 1.25 സ്ക്വയർ നെക്ക് ആയിട്ട് എടുക്കുന്നത് കേട്ടോ. 1.25 ഇതുപോലെ മാർക്ക് ചെയ്തും കഴുത്തിൻ്റെ ഇറക്കം എടുക്കുന്ന 3.5 ഇഞ്ചാണ് കേട്ടോ. അതെല്ലാ കുട്ടികൾക്കും ഒരേ അളവ് തന്നെയാണ് എടുക്കുന്നത്, 3.5 ഇഞ്ച് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. എന്നിട്ട് 1.25 ഇതുപോലെ ബോക്സ് ആക്കിയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതൊന്ന് ഇതേ അളവിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് ബാലൻസ് ഉള്ള പീസ് ഇതുപോലെ മടക്കി കൊടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഇത് ക്രോസ് പീസും കാര്യങ്ങളൊക്കെ വേണം കൈൻ്റെ അടിയിൽ വെക്കാൻ വേണ്ടിയിട്ടില്ല. അതിപ്പോൾ എന്നെ പില്ലിന് എടുക്കുന്നില്ല, അത് ഞാൻ വേറെ എക്സ്ട്രാ ഞാൻ ഏകദേശം കുറേ ലൈനിങ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എടുക്കുന്നത് ഇപ്പോൾ കറക്റ്റാക്കി ലെങ്ത്തിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തതല്ലേ. എന്താ ഇതുപോലെ കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുത്തു. നമുക്ക് 1/2 മീറ്ററൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ക്രോസ് പീസും അതുപോലെ എല്ലാം കിട്ടും. ഇതിപ്പോൾ 1/2 മീറ്റർ ഞാൻ കട്ട് ചെയ്തെടുത്ത 1/2 മീറ്റർ ഇല്ലല്ലോ. അതായത് മനസ്സിലായ ലെങ്ത്ത് വേസ്റ്റ് ഞാൻ കട്ട് ചെയ്തെടുത്തതല്ലേ കറക്റ്റ് ലെങ്ത്തിനനുസരിച്ച്. ഇനിതാ ഇതുപോലെ ഒരു 1/4 ഇഞ്ച് ഇതുപോലെ പുറത്തേക്ക് നിൽക്കുന്ന രീതിക്ക്, അതായത് ഇവിടെ നമുക്ക് ബട്ടൺസ് വെക്കേണ്ടതാണ്. അപ്പോൾ അതിനാണ് ഒരു 1/4 ഇഞ്ച് നമുക്ക് നമ്മുടെ കണ്ണിക്കും അതുപോലെ കുടുക്കിന് വെക്കേണ്ട പീസ് അടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 1/4 ഇഞ്ച് വെച്ച് കൊടുക്കുന്നത്. അതിന് കഴുത്തിൻ്റെ ഇറക്കം, ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഞാൻ അധികം ഇറക്കുന്നില്ല, 2.5 ഇഞ്ച് ഇറക്കുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സെറ്റ് അടക്കമൊക്കെ അധികം ഞാൻ കൊടുക്കൽ തന്നെയാണ് കൊടുക്കൽ, കുറച്ച് ലെങ്ത്ത് വെച്ചിട്ട്. പക്ഷേ ഞാൻ ഇപ്രാവശ്യം ഇങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതുപോലെ എടുക്കാം. ഇത് കറക്റ്റ് ഇതുപോലെ മടക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു ലൈൻ ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ താഴത്തേക്ക് വരച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ റൗണ്ട് നെക്ക് വരച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ ഇത് ഫുള്ളൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. സൈഡത്തതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചു കൊടുക്കാം. എന്നിട്ട് ആദ്യം നമ്മൾ ഇതുപോലെ ഫ്രണ്ടിലത്തെ നെക്കാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഇതുപോലെ സ്ക്വയർ ഇങ്ങനെ കൊടുക്കാം. പിന്നെ താഴത്തുനിന്നും ഇതുപോലെ
ഇങ്ങോട്ടേക്ക് കൊടുക്കാം കേട്ടോ. ഫ്രണ്ടിലത്തെ കട്ട് ചെയ്തു. പിന്നെ നമുക്കിത് ഇതുപോലെ പിടിച്ചിട്ട് ബാക്ക് നെക്ക് ഇതേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് സ്ലീവിൻ്റെ നോക്കാം കേട്ടോ. ഞാൻ സ്ലീവിന് വേണ്ടിയിട്ട് അതിൻ്റെ വീതി എടുക്കുന്നത് 7.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ വീതി എടുക്കുന്നത് 7.5 ഇഞ്ചാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് മുകളിൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഇത് വര വരച്ച് കൊടുക്കാം കേട്ടോ. ഇത് വര വരച്ച് കൊടുക്കാം. ഏകദേശം 7.5 കണക്കായ രീതിക്കാണ് കേട്ടോ ഞാൻ മടക്കി വെച്ചിട്ടുള്ളത്. ഇതുപോലെ വെച്ചിട്ടുണ്ട് 7.5. ഇനി 10 ഇഞ്ചിനാണ് എനിക്ക് വേണ്ടത്. 10 ഇഞ്ച് പറഞ്ഞാൽ 5, 1ലേക്ക് 5ഉം 1ലേക്ക് 5ഉം. അത് നമ്മൾ ഡബിളായിട്ട് മടക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ 2 ഇഞ്ചാണ് എനിക്ക് സ്ലീവ് വേണ്ടത്. 2 ഇഞ്ച് പറയുമ്പോൾ ഡബിളായിട്ട് മടക്കുമ്പോൾ 4 ഇഞ്ച്. പിന്നെ തയ്യൽ തുമ്പിന് 1/2 ഇഞ്ച് അങ്ങനെ 1 ഇഞ്ച് 2.5 ഇഞ്ചിൽ എടുക്കുന്നത്. അപ്പോൾ 2.5 ഇഞ്ച് മടക്കുമ്പോൾ 5 ഇഞ്ചല്ലേ കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത്. ഇത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിതുപോലെ സെൻറ്ററിലേക്ക് കൂടി കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ആക്കി കൊടുക്കാം കേട്ടോ. ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ലെവലില്ലേ നോക്കണം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ടതൊരു പീസ് വെക്കാം. അതിൻ്റെ മുകളിൽ രണ്ടാമത്തെ പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ലെവൽ ചെയ്യാനുണ്ടെങ്കിൽ, അതായത് സൈഡ് ലെവൽ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ലെവൽ ചെയ്തെടുക്കുക. ഇപ്പോൾ ഒന്നും ലെവൽ ചെയ്യാനില്ല. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുക. 2ആയിട്ട് മടക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. അതിന് ശേഷം നേരെ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ മടക്കിയെടുത്തു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. വലിയ ഷേപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇവിടെ അധികം വേണ്ട, ഇവിടെ വിരിവായാലും പ്രശ്നമില്ല. അപ്പോൾ നമുക്കിത് ഇതുപോലെ പിടിച്ചിട്ട് ഇങ്ങനെ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ ഇത് ഇതുപോലെ ഇങ്ങനെ വിടർത്തി കൊടുക്കാം. അതിന് ശേഷം നമുക്കത് ഇതുപോലെ പിടിച്ചിട്ട് വേണമെങ്കിൽ ചെറിയൊരു ഷേപ്പ് വേണമെങ്കിൽ കൊടുക്കാം. അത് പ്രശ്നമില്ല, നമുക്കത് കവർ ചെയ്ത് പോകുന്നതല്ലേ. ഇതുപോലെ വെച്ചിട്ട് ചെറിയൊരു ഷേപ്പ് ഇങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാം കേട്ടോ. ഇതുപോലെ ആയിരിക്കും കേട്ടോ കിട്ടുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് കണ്ടില്ലേ, ഇതുപോലെ ഈ സൈഡ് കൂർപ്പിച്ചിട്ട് സെൻറ്ററിൽ കുറച്ച് വീതിക്ക്, പിന്നെ ഈ ഒരു സൈഡിൽ കൂർപ്പിച്ചിട്ട് ഇതുപോലെയാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഒരു 3 ഇഞ്ച് വീതിക്കുള്ള പീസും അതുപോലെ ഒരു 2 ഇഞ്ച് വീതിക്കുള്ള പീസും ആണ് കേട്ടോ. അത് നമുക്ക് ബാക്കിൽ കുടുക്കിനും കണ്ണിക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എത്രയാണ് ലെങ്ത്ത് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ എനിക്ക് ഈ ഒരു കിട്ടുന്ന മൊത്തം എടുക്കുന്നുണ്ട്. ബാലൻസ് നമുക്ക് കട്ട് ചെയ്ത് കളയാലോ. ഇതുപോലെ എടുക്കാം കേട്ടോ. പിന്നെ ക്രോസ് പീസ് എടുക്കുന്നത് 1.25 ഇഞ്ച് വീതിക്ക് നീളത്തിലുള്ള 1.25 ഇഞ്ച് വീതിക്കുള്ള ക്രോസ് പീസാണ് കേട്ടോ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ നേരത്തെ ഓരോന്നിനും കട്ട് ചെയ്തെടുത്തത് ഓൾറെഡി ആ ഒരു ക്രോസിലുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം സ്കെയിൽ കൊണ്ട് ജസ്റ്റ് ഒരു ക്രോസ് ഇങ്ങനെ ക്രോസിൽ ലൈൻ വരച്ചിട്ട് അത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ 2 ക്രോസ് പീസാണ് ആവശ്യം 2 സ്ലീവിനും വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് 2.5 ഇഞ്ച് എടുക്കാം ആദ്യം. എന്നിട്ട് അതിൻ്റെ പകുതി 1.25 ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തത് 2.5 ഇഞ്ച്. 1.25 2.5 ആണല്ലോ. ഞാൻ എടുത്തിട്ട് ഇത് ഇവിടെ 1.25 ഇവിടെ പോകുന്നത്. ഞാൻ 1.25 ആദ്യം മാർക്ക് ചെയ്യുക. പിന്നെ ആദ്യം വരച്ചതിന് ശേഷം ആദ്യം 1.25 മാർക്ക് ചെയ്താലും മതി. ഇങ്ങനെയാണ് പ്രശ്നമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ ക്രോസിൽ വരച്ചിട്ട് നമുക്ക് ഇതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ടിലത്തെ നെക്ക് എടുക്കാം കേട്ടോ. ഫ്രണ്ടിലത്തെ മെറ്റീരിയൽ മെയിൻ ക്ലോത്തും അതുപോലെ തന്നെ ലൈനിങ് പീസും എടുക്കാം. ഇതുപോലെ നിവർത്തി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ നെക്ക് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. മെയിൻ ക്ലോത്തിൻ്റെ ലൈനിങ്ങിൻ്റെ മാത്രമേ ഇപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളൂ. അത് പിന്നീട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതാ നെക്ക് ഇതിലേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് കട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് പ്രസ് സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മുടെ ബാക്ക് പീസ് ഇതുപോലെ എടുക്കാം. ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മുടെ ലൈനിങ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നെക്കടിക്കാം. ചെറിയ കട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് വെച്ചിട്ട് ലൈനിങ് പീസിൻ്റെ മുകളിലേക്ക് കൂടി പ്രസ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ അടുത്ത ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പം നമ്മൾ ബാക്ക് പീസിൽ നെക്കത്ത് ഇതുപോലെ പ്രസ് സ്റ്റിച്ച് വരെ കൊടുത്തതേ ഇല്ലും അതിങ്ങനെ നിവർത്തി കൊടുക്കാം കേട്ടോ. ഫ്രണ്ടിലത്തെ പീസ് നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് എടുത്തു. അതായത് പ്രസ് സ്റ്റിച്ച് കൊടുത്ത് തിരിച്ച് വെക്കൂലേ. എന്നിട്ട് നമ്മുടെ നെക്ക് അടിച്ചെടുത്തും അതുപോലെ തന്നെ ആംഹോളും കാര്യങ്ങളെല്ലാം ലൈനിങ് കൊണ്ട് ഒന്നിച്ച് ഫുള്ളായിട്ടൊന്ന് ടച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്.
എന്നിട്ട് ബാക്കിലത്തെ നല്ല വശത്തോട് നമ്മുടെ ഫ്രണ്ടിലത്തെ നല്ല വശം വരുന്ന രീതിക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ലൈനിങ് പീസ് ആദ്യം അങ്ങോട്ടേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഇതുപോലെ ഇങ്ങോട്ടേക്ക് കവർ ചെയ്തിട്ട് നമുക്ക് ഷോൾഡർ നിന്ന് ജോയിൻ ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വശത്ത് മറ്റൊരു പീസ് എടുക്കാം. ആ ഒരു പീസിൻ്റെ നല്ല വശത്തോട് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ ഫ്രണ്ടിലത്തെ വശത്തിൻ്റെ നല്ല വശം വെച്ച് കൊടുത്തിട്ട് ലൈനിങ് പീസ് ഇതുപോലെ അങ്ങോട്ടേക്ക് കൊടുത്തിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഷോൾഡറും കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം ബാക്ക് പീസ് നമ്മൾ ലൈനിങ് നല്ല തുണി ഒരുമിച്ച് വെച്ചിട്ട് ടച്ച് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച 2 ഇഞ്ച് വീതിക്കുള്ള പീസ് ഇതുപോലെ ഈ ഒരു സൈഡിൽ കുടുക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 3 ഇഞ്ച് വീതിക്കുള്ള അപ്പുറത്തെ വശത്ത് നമ്മൾ ലൈനിങ് പീസിൻ്റെ വശത്ത് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ലൈനിങ് പീസിൻ്റെ വശത്ത് ഇതുപോലെ വെച്ചിട്ട് താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് പ്രസ് സ്റ്റിച്ചും കൂടി കൊടുക്കണുണ്ട്. അപ്പോൾ രണ്ടും പ്രസ് സ്റ്റിച്ച് വരെ കൊടുത്തും നമുക്ക് ഈ 2 ഇഞ്ച് വീതിക്കുള്ള പീസില്ലേ അത് ഫുള്ളായിട്ട് നമുക്ക് ഉള്ളിലോട്ടേക്ക് മടക്കി കൊടുക്കാം. അത് കുടുക്ക് വെക്കുന്ന വശമായതുകൊണ്ട് നമ്മൾ ആദ്യം കുറച്ചിങ്ങനെ മടക്കിയിട്ട് രണ്ടാമത്തെ ആദ്യം ഒരു മടക്കുക. പ്രസ് സ്റ്റിച്ച് കൊടുത്തത് ഉള്ളിലേക്ക് വരുന്ന രീതിക്ക് വേണം വരാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 3 ഇഞ്ച് വീതിക്കുള്ളതാണെങ്കിൽ നമ്മൾ കുറച്ച് മാത്രമേ മടക്കണ്ടൂ. കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിക്ക് ചെയ്യേണ്ടതല്ലേ. അത് 4 ഇഞ്ച് ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് ആ മടക്കിയത് മൊത്തം ഇങ്ങോട്ടേക്ക് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. പിന്നെ അത് 2-3 സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 3 ഇഞ്ച് വീതിക്കുള്ളത് ആ ഒരു അറ്റത്തെ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ നമ്മൾ ആദ്യം ഇട്ട സ്റ്റിച്ചിൻ്റെ ഇപ്പുറത്തേക്ക് കൂടി ഒരു സ്റ്റിച്ച് ഇതുപോലെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്ലീവ് നോക്കാം കേട്ടോ. നമുക്ക് ഈ സ്ലീവ് എടുത്തിട്ട് ആദ്യം ഇതുപോലെ സെൻറ്ററിലേക്ക് കൂടി മടക്കി കൊടുത്തിട്ട് നമുക്ക് ആ ഓപ്പൺ വരുന്ന വശമില്ലേ ആ വശം ഒന്ന് ടച്ച് ചെയ്തെടുക്കാം. 2 വശം ഒരുമിച്ച് പിടിച്ചിട്ട് ആ ഒരു സൈഡിലേക്ക് കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ രണ്ടും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ അറ്റം ഒരു 2.5 ഇഞ്ച് അവിടുന്ന് വിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2.5 ഇഞ്ച് അവിടുന്നും അതുപോലെ 2.5 ഇഞ്ച് ഓപ്പോസിറ്റ് വശത്തുനിന്നും അതേപോലെ 2 സ്ലീവിന് മാർക്ക് ചെയ്യുക. കാരണം ആ 2.5 ഇഞ്ച് വിട്ടതിന് ശേഷം ബാക്കിയുള്ളതൊക്കെയാണ് നമ്മൾ ഫ്രില്ലിട്ട് എടുക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ സെൻറ്റർ നോക്കിയിട്ട് ജോയിൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത്. സെൻറ്റർ നോക്കിയിട്ട് അങ്ങനെ ആദ്യം ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനപ്പോൾ ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കതൊന്ന് ഫ്രില്ലിട്ട് എടുക്കാം കേട്ടോ. 2 സ്ലീവും ഫ്രില്ലിട്ട് എടുക്കുന്ന വ്യത്യാസമുണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. ഈ ഒരു വശം ഞാൻ ഫ്രില്ലിടുന്നത് ഇങ്ങോട്ടേക്കായിട്ടാണ് ഫ്രില്ലിട്ട് എടുക്കുന്നത്. ഓപ്പോസിറ്റ് വശം അപ്പുറം വശത്തുനിന്നാണ് കേട്ടോ ഫ്രില്ലിട്ട് എടുക്കേണ്ടത്. അതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം 2 ഒരേപോലെ ചെയ്തിട്ട് സ്ലീവ് വെച്ച സമയത്ത് ഒന്നിൻ്റെ ഫ്രില്ല് നമ്മൾ കറക്റ്റ് അടിച്ച് എല്ലാം ഫിനിഷ് ആയതിന് ശേഷം നമ്മുടെ സ്ലീവിൻ്റെ ഒരു ഫ്രില്ല് താഴത്തോട്ടും ഒരു ഫ്രില്ല് മിത്തലോട്ടും അങ്ങനെയാണ് ഉണ്ടായത്. 2 വശത്തേക്കാണ് ഉണ്ടായത്. അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സൈഡ് നമുക്കത് ഇതുപോലെ ആ ഒരു 2.5 ഇഞ്ച് വരെ ഫ്രില്ലിട്ട് എടുക്കാം. അപ്പോൾ ഒരു സൈഡ് മൊത്തം കഴിഞ്ഞു. ഓപ്പോസിറ്റ് വശം വരുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ വെക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ എനിക്കില്ലേ ഈ ഒരു സൈഡിലേക്ക് എനിക്ക് ഫ്രില്ലിടാൻ അത്ര എളുപ്പമല്ല കേട്ടോ. മറ്റേ സൈഡ് എനിക്ക് വേഗം ഇട്ട് കഴിഞ്ഞു. ഈ ഒരു സൈഡ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കുന്നത് ഈ ഒരു സൈഡ് ഫ്രില്ലിട്ട് എടുക്കാം. ഓരോരാൾക്ക് ഓരോരോ രീതി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ടൈം എടുത്ത് ഇതുപോലെ ഞാൻ ഇതും കൂടി ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഫ്രില്ലിട്ട വശമാണ് നമ്മുടെ നല്ല ഭാഗം. അടിവശത്ത് കറക്റ്റായിട്ട് ഇതുപോലെ വരണമെന്നില്ല. അപ്പോൾ ഫ്രില്ലിട്ട ഭാഗമാണ് നമ്മൾ നല്ല ഭാഗം. അപ്പോൾ ആ നല്ല ഭാഗത്ത് ആദ്യം തന്നെ ചോക്ക് കൊണ്ടൊന്ന് മാർക്ക് ചെയ്യണം. അതെന്തിനാ വെച്ചാൽ അത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രില്ലിട്ടെടുത്ത വശം. അപ്പോൾ അടിവശത്ത് ഞാൻ പറഞ്ഞില്ലേ അടിവശത്ത് ഫ്രില്ല് കറക്റ്റായിട്ട് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് മുകളിൽ നല്ല വശമല്ലേ നമ്മൾ നോക്കേണ്ടത്, നല്ല ഫ്രില്ലുള്ള ഭാഗം. അപ്പോൾ ഇതുപോലെ 2 ഇതുപോലെ ഇങ്ങനെ കൊടുക്കാം കേട്ടോ. കാരണം അത് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ മാർക്കിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മാർക്കിട്ടില്ലേ ഇതാണ്. അപ്പോൾ അത് നമ്മുടെ മെറ്റീരിയലിനോട് ചേർന്ന രീതിക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കത് ഇങ്ങോട്ട് തിരിയുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ആ ഫ്രില്ലുള്ള വശം തന്നെ കിട്ടും കേട്ടോ. മനസ്സിലായോ പറഞ്ഞത്? നമ്മൾ ഫ്രില്ല് നമ്മൾ അടുപ്പിച്ചിടുന്നില്ലേ. ഫ്രണ്ടിലിടുന്ന കണക്കല്ല ബാക്കിൽ ഉണ്ടാവില്ല. ചിലപ്പോൾ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇത് സെൻറ്റർ നോക്കി വെച്ചിട്ട് ഇതുപോലെ നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു സൈഡ് എത്തുന്ന സമയത്ത് കുറച്ച് ഇതുപോലെ തിരിച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു സൈഡ് ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. കാരണം അവിടെ ഓപ്പൺ ആണ്, അത് കവർ ചെയ്ത് പോകേണ്ടതല്ലേ. അത് നമുക്കിത് ഒന്ന് ഇതുപോലെ പുറത്തേക്ക് നിൽക്കുന്ന രീതിക്ക് ഒന്ന് വലിച്ചു കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. വലിച്ചു കൊടുക്കുക മീൻസ് അതായത് ഇതിങ്ങനെ ഉണ്ടാകുന്നത് നമുക്ക് കുറച്ച് ഇതുപോലെ ഇങ്ങോട്ടേക്ക് വലിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് അതേപോലെ തന്നെ ഓപ്പോസിറ്റ് വശം നമുക്ക് കുറച്ച് ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അത് കട്ട് ചെയ്ത് കളയാം. കുറച്ചും കൂടി വലിച്ചെടുക്കുന്ന സമയത്ത് കുറച്ചൊരു പീസ് ആ സ്ലീവിൻ്റെ അടുത്ത് ഉണ്ടാവും. അത് നമുക്ക് കത്രി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കളയാം കേട്ടോ.
ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യുന്നത് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പക്ഷേ സക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കുറേ ഡ്രസ്സ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളതും. നമ്മുടെ ക്രോസ് പീസ് ഇതുപോലെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് പ്രസ് സ്റ്റിച്ചും കൂടി കൊടുക്കാം കേട്ടോ. പ്രസ് സ്റ്റിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു ക്രോസ് പീസിന് മുകളിൽ വരുന്ന രീതിക്ക് വേണം പ്രസ് സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് രണ്ടായിട്ട് ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് കൊടുക്കാം. മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ആദ്യം കുറച്ച് സ്റ്റിച്ച് ചെയ്ത് വരാം. അതിനുശേഷം ഈ സ്ലീവ് ഇതുപോലെ ഇങ്ങോട്ടേക്ക് നീക്കി കൊടുത്തിട്ട് വേണം നമ്മുടെ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്ലീവിൻ്റെ മുകളിലേക്ക് കൂടി വരും. അപ്പോൾ ആ സ്ലീവ് ഇതുപോലെ ഇങ്ങോട്ടേക്ക് നീക്കി കൊടുത്തിട്ട് പ്രസ് സ്റ്റിച്ച് അല്ല കേട്ടോ, മടക്കി അടിച്ചു കൊടുക്കാം കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് 2 സ്ലീവും ചെയ്തെടുക്കാം. ഇതൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് സൈഡത്തെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യാം. അതുപോലെ താഴ്വശത്ത് പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. താഴ്വശത്ത് പീസ് വെക്കുന്നില്ല കേട്ടോ, മടക്കി അടിക്കുക ചെയ്യുന്നത്. പീസ് വെക്കുന്നവർക്ക് പീസ് വെച്ച് കൊടുക്കാം. ഞാൻ 2 ഇഞ്ചാണ് കേട്ടോ, അത് ആദ്യം പറയാൻ വിട്ടുപോയി. ഞാൻ തയ്യൽ തുമ്പ് കൂട്ടി 2 ഇഞ്ച്, പീസ് വെക്കുന്നുണ്ട് ഞാൻ 1 ഇഞ്ചാണ് കൂട്ടലും. മടക്കി അടിക്കുന്നതുകൊണ്ട് 2 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ആദ്യം സൈഡ് മൊത്തത്തിലൊന്നും അടിച്ചെടുക്കാം. അതിനുശേഷം ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ചോ മടക്കിയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അടിവശം. അപ്പോൾ ഇതുപോലെ കണ്ടിട്ട് നമ്മുടെ ബ്ലൗസ് വരുന്ന ഇതിൻ്റെ സ്കേർട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷേ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് ബ്ലൗസിൻ്റെ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.